സമരം നിർത്തണമെന്നാവശ്യപ്പെട്ട് LPST റാങ്ക് ലിസ്റ്റുകാർക്ക് കത്ത് നൽകി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സമരക്കാരുടെ ആവശ്യം പരിഗണിക്കാൻ 2 മാസത്തെ സമയം വേണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. എന്നാൽ ആവശ്യങ്ങൾ പരിഗണിച്ചതായി രേഖാമൂലം ഉറപ്പു ലഭിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് സമരക്കാർ മറുപടി നൽകി. റിസ്വാൻ ഹുസൈൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റിസ്വാൻ, മന്ത്രി നൽകിയ കത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? സമരക്കാരുടെ മറുപടി എന്താണ്? വിനിഷ, ഈ LPS നിയമനം വൈകുന്നതിൽ LPST ഉദ്യോഗാർത്ഥികളുടെ അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് ഇന്ന് 30-ാം ദിവസമാണ്. അതായത് 1 മാസമായി. ഈ 1 മാസമായിട്ട് ഇവർ ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ന് 7-ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഉദ്യോഗാർത്ഥിയുടെ നിരാഹാര സമരം ഇന്ന് 7-ാം ദിവസത്തേക്ക് കടന്നു. ഈ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ഇന്ന് ഇവർക്കൊരു കത്ത് നൽകിയത്. ഈ കത്തിൽ പറയുന്നത് 2 മാസം സമയം വേണം. ഈ 2 മാസത്തിനുള്ളിൽ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം. ആ സമയം അനുവദിക്കണം. ഇതുവരെ ഈ സമരം പിൻവലിക്കണം എന്നുള്ളതായിരുന്നു ഇവരോടുള്ള ആവശ്യം. എന്നാൽ ഈ ആവശ്യം ഇപ്പോൾ സമരക്കാർ തള്ളിയിരിക്കുകയാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ രേഖാമൂലം എഴുതി ഒപ്പിട്ട് തന്നാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യമെന്ന് അല്ലെങ്കിൽ ഇവരുടെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ഈ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറച്ചുകൊണ്ട് അവിടെ നിയമനം സാധിക്കണം. അതാണ് ഇവരുടെ പ്രധാന ഇത്. ഇപ്പോൾ നമ്മളുടെ കൂടെ ഈ നിരാഹാരമിരിക്കുന്ന വളർമതി ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചറെ, ഇന്ന് ആരൊക്കെയാണ് വന്നത്? ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഈ PS ഉൾപ്പെടെ ഉള്ള ആളുകളാണ് വന്ന് നമുക്കൊരു ലെറ്റർ തന്നു. നേരത്തെ അവർ പറഞ്ഞത് എഡ്യൂക്കേഷൻ മിനിസ്റ്ററും CM പറഞ്ഞ പോലെ 2 മാസം സമയം വേണം. എന്നോട് ഒരാഴ്ച മുന്നേ പറഞ്ഞ കാര്യമാണ്. 2 മാസം സമയം വേണം. ഇപ്പോഴും ആ കത്തിൽ എഴുതിയിരിക്കുന്നു 2 മാസം സമയം വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ സമരം നടത്തിയത്. 2 മാസം തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ സമരം തുടർന്നത്. അത് നിരാഹാര സമരത്തിലേക്ക് വഴിമാറിയത്. വീണ്ടും അതേ ഒരു കാര്യം മാത്രം അവരവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നിട്ട് പറയാണ് വീണ്ടും പഠിക്കാൻ 2 മാസം സമയം വേണം. ഇത് മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും നമ്മൾ സമരം നിർത്തിപ്പോവാൻ വേണ്ടിയുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. വന്ന ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഉൾപ്പെടുന്ന ഒരു ചർച്ച സംഘടിപ്പിക്കുകയും അതിൽ ഞങ്ങളുടെ പ്രതിനിധികളെ പങ്കാളികളാക്കുകയും ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതുവരെ എന്ത് ചെയ്തു, ഇനി എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു ഡിസിഷൻ അവർ പറയുകയും വേണം. അങ്ങനെ പറയാൻ തയ്യാറായാൽ നമുക്ക് ഫേവറായിട്ടുള്ള കാര്യമാണ് അതിന് നടക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമരം നിർത്തും. ഈ സമരം നടക്കുന്ന വേളയിൽ തന്നെ ആ ചർച്ച നടക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം. സമരം തുടരും തന്നെയാണ്. അതെ, സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. വിനിഷ, അത് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അതായത് ഇവരുടെ ആവശ്യങ്ങൾ രേഖാമൂലം എഴുതി ഒപ്പിട്ട് തരുന്നത് വരെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം. യെസ് റിസ്വാൻ.